ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി സ്കൂൾ. സോ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സാമാന്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എക്കണോമിയിലെ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മുടെ ചുറ്റും ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ്? ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ പെർഫോം ടു ജനറേറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതായത് ജോലികൾ. ഇപ്പോൾ ഫാമിംഗ് ആണെങ്കിലും മൈനിങ് ആണെങ്കിലും ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എക്കണോമിക് ആക്ടിവിറ്റീസാണ്. ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി എക്കണോമിക് സെക്ടറിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. അപ്പോൾ ഇത് മൂന്നും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൈമറി സെക്ടർ അഥവാ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയും. പ്രൈമറി സെക്ടർ അഥവാ അഗ്രികൾച്ചർ സെക്ടർ, ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ കണക്റ്റഡ് ടു നേച്ചർ, നമ്മൾ നേച്ചറിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ജോലികൾ, അതാണ് നമ്മുടെ പ്രൈമറി സെക്ടറിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ, ഡയറി ഫാമിംഗ്, മൈനിങ്, ഫിഷിംഗ്, അങ്ങനെയുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസും, നേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ആക്ടിവിറ്റീസും എന്തിൽ വരും? നമ്മുടെ പ്രൈമറി സെക്ടറിൽ വരും. ഓക്കെ. അപ്പോൾ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ, ഈ സെക്ടറിൽ പ്രൈമറി സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളെ പ്രോഡക്ട്സ് ആയിട്ട് ഇൻഡസ്ട്രിയലി മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈ സെക്ടറിൽ നടക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോട്ടൺ എടുക്കാം. കോട്ടൺ ഫാമിൽ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ കോട്ടനെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ഒരു മില്ലിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒരു ക്ലോത്ത് ആയിട്ട് മാറ്റുന്നു. ആ കോട്ടൺ എന്നുള്ള നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയലിൽ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ക്ലോത്ത് ആയിട്ട് മാറുന്നു. എവിടെ വെച്ചിട്ട്? സെക്കൻഡറി സെക്ടറിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇത് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നും നെക്സ്റ്റ് എങ്ങോട്ട് പോകുന്നു? സർവീസ് സെക്ടർ. നമ്മുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ടെർഷ്യറി സെക്ടർ അഥവാ സർവീസ് സെക്ടർ. ഈ സെക്ടറിൽ മെയിനായിട്ടും എന്താണ് നടക്കുന്നത്? സർവീസ് ആണ്. ഫസ്റ്റത്തെ നമ്മുടെ പ്രൈമറി സെക്ടറിൽ അഗ്രികൾച്ചർ ആ റിലേറ്റഡ് വർക്ക് ആണെങ്കിൽ, സെക്കൻഡറിയിൽ മാനുഫാക്ചറിങ് ആണെങ്കിൽ, ടെർഷ്യറിയിൽ വരുമ്പോൾ സർവീസസ്, ഓൾ കൈൻഡ്സ് ഓഫ് സർവീസ്, അതായത് ഹെൽത്ത് കെയർ സർവീസസ് ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ IT ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് സർവീസസ് ആണെങ്കിലും ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ടെർഷ്യറി സെക്ടറിലാണ് വരുന്നത്. അപ്പോൾ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. അപ്പോൾ ഈ മൂന്ന് സെക്ടേഴ്സും പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും ടെർഷ്യറി ആണെങ്കിലും ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. മൂന്നും ഇൻഡിപെൻഡൻ്റ് അല്ല, മൂന്നും ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രൈമറി സെക്ടറിലുള്ള ഒരു ഫാം, ഒരു ഷുഗർ കെയിൻ ഫാം ആണെന്ന് വിചാരിക്കുക. ആ ഷുഗർ കെയിൻ ഫാമിലുള്ള ഷുഗർ കെയിൻ കൊടുക്കാൻ വേണ്ടി സെക്കൻഡറി സെക്ടറിലേക്ക്, അതായത് ഒരു ഷുഗർ മില്ലിലേക്ക് കൊടുക്കാൻ ഈ ഫാർമർ റിഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ സെക്കൻഡറി സെക്ടറിലുള്ള ഈ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവും. അപ്പോൾ അവിടെ ആ ഒരു വർക്ക് ഫ്ലോ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ ടെർഷ്യറി സെക്ടറിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഒരു ലോറി അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവർ എന്ത് ചെയ്യാണ്? ഈ പ്രൈമറി സെക്ടറിൽ നമ്മുടെ ഷുഗർ കെയിൻ ഫീൽഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ കെയിൻ സെക്കൻഡറി സെക്ടറിലേക്ക്, അതായത് ഈ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാൻ അവർ സ്ട്രൈക്ക് വിളിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിലും ഈ പ്രൈമറി സെക്ടറിൻ്റെ ആളുടെ ഇൻകം നിൽക്കും, അതേപോലെ ഈ ഫാക്ടറിയിലുള്ള വർക്കും നടക്കില്ല. അതായത് ഈ മൂന്ന് സെക്ടേഴ്സും ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും ടെർഷ്യറി സെക്ടറിലും വഴി ഒരുപാട് പ്രോഡക്ട്സും സർവീസസും പ്രൊവൈഡ് ചെയ്തു. ഈ സർവീസസും പ്രോഡക്ട്സും മെഷർ ചെയ്യണമല്ലോ, അതായത് എല്ലാത്തിനും ഒരു കൗണ്ടബിൾ ആവണമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫാർമർ, ഒരു വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാർമർ, ഈ
വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമർ ഈ ഫാർമർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇയാളുടെ ഫീൽഡിൽ അഗ്രികൾച്ചർ ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ വീറ്റ് ആർക്ക് വിൽക്കുന്നു? ഒരു ഫ്ലോർ മില്ല്, അതായത് ഇതൊക്കെ പൊടിക്കുന്ന ഒരു ഫ്ലോർ മില്ല് അയാൾക്ക് വിൽക്കുന്നു. എത്ര രൂപയ്ക്ക്? ഒരു 20 രൂപയ്ക്ക് ഇയാളുടെ വീറ്റ് ഈ ഫ്ലോർ മില്ലിലുള്ള ആൾക്ക് വിൽക്കുന്നു. ഈ ഫ്ലോർ മില്ലുള്ള ആള് ഈ വീറ്റ് പൊടിച്ച് ഫ്ലോർ ആക്കിയിട്ട് ആർക്ക് കൊടുക്കുന്നു? ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. എത്ര രൂപയ്ക്ക്? 20 റുപ്പീസിനാണോ? അല്ല, ഒരു 25 റുപ്പീസിന് ഇയാളും ഇത് വിൽക്കുന്നു. അങ്ങനെ ഈ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ വെച്ചിട്ട് ഈ വീറ്റ് ആദ്യ ഫ്ലോറായിട്ട് നമ്മുടെ ഫ്ലോർ മില്ലിൽ ഫ്ലോറായിട്ടുള്ള ഈ ഫ്ലോർ എന്താക്കുന്നു? ബിസ്ക്കറ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നു. എത്ര രൂപയ്ക്ക്? ഒരു 50 റുപ്പീസിന് ബിസ്ക്കറ്റായിട്ട് ഈ യൂണിറ്റിൽ നിന്ന്, ഈ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീൻ്റെ വാല്യൂ നമ്മൾ കണക്കാക്കുമ്പോൾ ഏതൊക്കെ മെഷർ ചെയ്യും? ഈ വീറ്റ് ഫ്ലോർ മില്ലിലേക്ക് കൊടുത്ത് 20 റുപ്പീസും ഇവിടുന്ന് ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് കൊടുത്ത് 25 റുപ്പീസും കണക്കാക്കുമോ? ഇല്ല. ഫൈനൽ വാല്യൂ, ബിസ്ക്കറ്റിൻ്റെ ഫൈനൽ വാല്യൂ ആയിട്ടുള്ള 50 റുപ്പീസേ കണക്കാക്കുള്ളൂ. എന്തുകൊണ്ടാണ്? ഈ 50 റുപ്പീസിൽ മറ്റേത് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. അടുത്തതാണ് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് GDP. അപ്പോൾ ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടറിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മളുടെ രാജ്യത്ത് ഒന്നാകെ നോക്കുമ്പോൾ അത് മെഷർ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ആണ് എന്ത്? GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP? GDP ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ പർട്ടിക്കുലർ. അതായത് നമ്മുടെ ഈ ഒരു വർഷത്തേക്ക് ആ രാജ്യത്ത് ഉൽപ്പാദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും, ഗുഡ്സ് മാത്രമല്ല സർവീസിൻ്റെയും, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ് GDP. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ GDP പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ GDP ഇൻക്രീസ് ചെയ്യും. ഹയർ ദ പ്രൊഡക്ഷൻ, ഹയർ ദ GDP. അപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫൈനൽ വാല്യൂ ആണ് കണക്കാക്കുക. അപ്പോൾ GDP ഷോസ് എന്താണ്? GDP ഇൻഡിക്കേറ്റ് ഹൗ ബിഗ് ദ എക്കണോമി ഈസ്. ഒരു രാജ്യത്തിൻ്റെ എക്കണോമി എത്രത്തോളം വലുതാണ്, എത്രത്തോളം ബിഗ് ആണ് എന്നുള്ളത് കണക്കാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? GDPൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും പറഞ്ഞു. ഇപ്പോൾ ഈ പ്രൈമറി സെക്ടറിലെ എംപ്ലോയ്മെൻറ്റും സെക്കൻഡറിയിലുള്ളതാണെങ്കിലും ടെർഷ്യറിയിലുള്ളതാണെങ്കിലും ഈ ഗ്രാജ്വലി ഹിസ്റ്റോറിക്കലി നമ്മളിപ്പം ഫസ്റ്റ് ടൈം തൊട്ട് നോക്കുമ്പോൾ ഓരോ പീരീഡിൽ ഓരോ സെക്ടേഴ്സിനായിരുന്നു ഇമ്പോർട്ടൻസ്, ഓരോ സെക്ടേഴ്സിലായിരുന്നു എംപ്ലോയ്മെൻറ്റ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ കുറേ കാലം മുന്നേ, ഏകദേശം ഒരു 100 ഇയേഴ്സ് അല്ലെങ്കിൽ മോർ ദാൻ 100 ഇയേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ ഇയേഴ്സിൽ ഏത് സെക്ടറിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്? നമ്മുടെ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിലാണ് കൂടുതൽ ആൾക്കാർ എംപ്ലോയിഡ് ആയിട്ടുണ്ടായിരുന്നത്. ഗ്രാജ്വലി എന്ത് ചെയ്തു? അഗ്രികൾച്ചർ സെക്ടറിലെ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ ഗ്രാജ്വലി സെക്കൻഡറി സെക്ടറിലും എംപ്ലോയ്മെൻറ്റ് കൂടാൻ തുടങ്ങി. അങ്ങനെ അഗ്രികൾച്ചർ സെക്ടറിലാണ് കൂടുതൽ ആൾക്കാർ എംപ്ലോയിഡ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ത് സംഭവിക്കുന്നു? പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ കൂടുതൽ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഗ്രാജ്വലി എന്ത് സംഭവിക്കുന്നു? സെക്കൻഡറി സെക്ടറിലും ഇതേപോലെ കൂടുതൽ പ്രൈമറി സെക്ടറിനേക്കാളും കൂടുതൽ സെക്കൻഡറി സെക്ടറിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നു, അവിടെ എംപ്ലോയ്മെൻറ്റ് കൂടുന്നു. ഗ്രാജ്വലി ഇപ്പോൾ നമ്മുടെ ഒരു 100 ഇയേഴ്സിലെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചു? സർവീസ് സെക്ടറിലാണ് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ കറൻ്റ്ലി സർവീസ് സെക്ടറിലാണ് കൂടുതൽ. ഒരു ടെർഷ്യറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ ആ ഒരു എംപ്ലോയ്മെൻറ്റ്, ടെർഷ്യറി സെക്ടറിൻ്റെ ഒരു റൈസാണ് നമ്മൾ ഈ 100 ഇയേഴ്സിൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈവൻ നൗ, ഇപ്പോഴും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ടെർഷ്യറി സെക്ടറിനെ ഇപ്പോൾ കറൻ്റ്ലി ആണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ടെർഷ്യറി സെക്ടറിൽ പെട്ടെന്നൊരു റൈസ് ഉണ്ടായത്? എന്തുകൊണ്ടാണ്? ടെർഷ്യറി സെക്ടറിൽ അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ ബേസിക് നീഡ്സ്, നമുക്ക് ആവശ്യമുള്ള ബേസിക് സർവീസസ് ആണ് ഈ
സർവീസ് സെക്ടർ അഥവാ ടെർഷറി സെക്ടറിൽ. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ഹെൽത്ത് കെയർ സർവീസസ്, അങ്ങനെ ബേസിക് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്ക്, കോർട്ട്, പോലീസ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ട് സർവീസസ് ആണ് ഈ സെക്ടറിൽ വരുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ പോപ്പുലേഷൻ കൂടുമ്പോഴും അതെല്ലാം നമ്മുടെ ഇൻകം കൂടുമ്പോഴും ഈ സെക്ടേഴ്സിലുള്ള എംപ്ലോയ്മെൻറ്റ് കൂട്ടേണ്ടി വരും. ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് തന്നെ കൂട്ടേണ്ടി വരും, അതല്ലാതെ പ്രൈവറ്റ് സെക്ടറിന്. അങ്ങനെ നമ്മുടെ ബേസിക് സർവീസസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ആവശ്യം, ഈ നീഡ്സ് കൂടുമ്പോൾ ഇതിൽ എംപ്ലോയ്മെൻറ്റ് കൂട്ടേണ്ടി വരും. സെക്കൻഡായിട്ട് എന്താണ്, നമ്മുടെ റൈസിങ് ഇൻകം. ജനങ്ങളുടെ ഇൻകം റൈസ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ നീഡ്സ് കൂടും. ഇപ്പോൾ ടൂറിസത്തിലാണെങ്കിലും ഷോപ്പിങ്ങിലാണെങ്കിലും റെസ്റ്റോറൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങളും കൂടും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ആവശ്യങ്ങൾ ഈ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് എംപ്ലോയ്മെൻറ്റ് കൂട്ടേണ്ടി വരും. അപ്പോൾ അതാണ് ഇപ്പോൾ കറൻറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സർവീസ് സെക്ടർ അഥവാ ടെർഷറി സെക്ടറിൽ ഇപ്പോൾ ഒരു ഹ്യൂജ് റൈസ് കാണുന്നത്. ഇപ്പം എല്ലാവരും ടെർഷറി സെക്ടറിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. ഇപ്പോൾ പ്രൈമറി സെക്ടറിനേക്കാളും സെക്കൻഡറി സെക്ടേഴ്സിനേക്കാളും ടെർഷറി സെക്ടേഴ്സിലാണ് ആൾക്കാർ വർക്ക് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ IT സെക്ടർ ആണെങ്കിൽ ഏതിലെ വരുന്ന ടെർഷറി സെക്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യമാണ്. ഇനിയുള്ളത് ഒരു എംപ്ലോയ്മെൻറ്റ് ഇഷ്യൂ. എന്താണ് ഇഷ്യൂ? അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫാമിലി, ഈ ഫാമിലിക്ക് എന്തുണ്ട്, ഇത് ലക്ഷ്മീൻ്റെ ഫാമിലി എന്ന് വിചാരിക്കുക. ലക്ഷ്മിക്ക് 2 ഹെക്ടർ ഒരു അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ ഫാമിലിയിൽ എല്ലാവരും നമ്മുടെ ഫാമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ അഗ്രികൾച്ചർ ലാൻഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇവർ 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു 2 പേര് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ആബ്സെൻ്റ് ആയിന്നോ അല്ലെങ്കിൽ കുറച്ച് ദിവസം വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുകയോ ചെയ്താൽ എന്ത് പറ്റും? ഇവരുടെ ഈ പ്രൊഡക്ഷൻ നിന്ന് പോവുമോ? ഇല്ല. എന്നാൽ ഈ ബാക്കി 3 പേരെ കൊണ്ടും ഈ പ്രൊഡക്ഷൻ നടക്കും. അപ്പം ഈ ബാക്കിയുള്ള ശരിക്കും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ 3 പേര് മതി. ബാക്കി 2 പേര് എന്താണ്, അണ്ടർ എംപ്ലോയിഡ് ആണ്. അവരുടെ ആവശ്യമുണ്ട് എന്നൊന്നുമില്ല ഈ ഒരു പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊരു ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. പീപ്പിൾ ആർ അപ്പാരൻ്റ്ലി വർക്കിംഗ്. ഇവിടെ ബാക്കി 2 പേരും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അണ്ടർ എംപ്ലോയിഡ് ആണ്. അൺലൈക്ക് വിസിബിൾ അൺഎംപ്ലോയ്മെന്റ്, ദിസ് ഈസ് ഹിഡൻ ഇൻ ദ വർക്ക് ഫോഴ്സ്. അപ്പോൾ ഇതാണ് നമുക്ക് എക്കണോമിക് ഇഷ്യൂല് ഒന്ന് പറയാനുള്ളത്. ഇപ്പോൾ ഇപ്പം നമ്മൾ ഇതൊരു എക്കണോമിക് ഇഷ്യൂ ആണ്, അണ്ടർ എംപ്ലോയ്മെന്റ് എന്നുള്ള. ഈ അണ്ടർ എംപ്ലോയ്മെന്റിൽ നിന്നുള്ള ഇഷ്യൂ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആർക്ക് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ക്രിയേറ്റിംഗ് മോർ എംപ്ലോയ്മെന്റ്. അണ്ടർ എംപ്ലോയ്മെന്റ് ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം? ബേസിക്കലി മോർ എംപ്ലോയ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം മോർ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം എന്തൊക്കെ തരത്തിൽ? ഇപ്പോൾ അഗ്രികൾച്ചറിൻ്റെ ഇതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ ഇംപ്രൂവ് ചെയ്യുക. അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ എയ്ഡ് ആൻഡ് സർവീസസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ കൂടുതൽ ഈസി ലോൺസ് അവൈലബിൾ ആക്കി കൊടുക്കുക. ഫെർട്ടിലൈസേഴ്സിൻ്റെയും ബാക്കി കാര്യങ്ങളുടെയും പെസ്റ്റിസൈഡ്സിൻ്റെയും ഒക്കെ റേറ്റ്സ് കുറച്ച് കൊടുക്കുക. അതേപോലെ അവർക്ക് സാധനങ്ങൾ ട്രാൻസ്പോർട്ടേഷനുള്ളതും സെല്ല് ചെയ്യാനുള്ളതും കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുക. റൂറൽ ഇൻഡസ്ട്രീസ്, ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഗവൺമെന്റിന് ഈ പ്രൈമറി സെക്ടറിലെ കാര്യങ്ങൾ അണ്ടർ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് പ്രൈമറി സെക്ടർ. അപ്പം ഇപ്പം നമ്മൾ സർവീസ് സെക്ടറിലാണെന്നുണ്ടെങ്കിലോ കൂടുതൽ എഡ്യൂക്കേഷൻ സെക്ടറിലും ഹെൽത്ത് കെയർ സെക്ടറിലും ഗവൺമെൻറ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻ സെക്ടർ ആണെങ്കിലും ഹെൽത്ത് കെയർ സെക്ടർ ആണെങ്കിലും ഹൈലി ഡിമാൻഡിങ് സെക്ടേഴ്സ് ആണ്. അതിൽ കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മോർ ഡോക്ടേഴ്സ്, നഴ്സസ്, പിന്നെ മോർ സ്കൂൾസ്. എഡ്യൂക്കേഷൻ സെക്ടറിലാകുമ്പോൾ മോർ സ്കൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ഈ സർവീസ് സെക്ടറിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഫണ്ട് ചെയ്യുക. അതും ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒരു എക്കണോമിക് ഇഷ്യൂ, ഈ അണ്ടർ എംപ്ലോയ്മെന്റ് എന്നുള്ള ഇഷ്യൂ വന്നപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പോളിസിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന MGREGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്.
2005 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയും. തൊഴിലുറപ്പ് പദ്ധതി 2005 റൈറ്റ് ടു വർക്ക് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ മോട്ടോ തന്നെ എന്തായിരുന്നു? 100 തൊഴിൽ ദിനങ്ങൾ, ഉറപ്പായ 100 തൊഴിൽ ദിനങ്ങൾ, 100 വർക്കിംഗ് ഡേയ്സ് എന്നായിരുന്നു. അത് ഇപ്പം അന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് MGREG ആണ്. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ അതിൻ്റെ പേര് സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചാൽ മതി. പക്ഷേ കറണ്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഈ ഡിസംബർ 2025 തൊട്ടിട്ട് നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നുള്ളത് ഇപ്പം എന്താ? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ. ഗവൺമെന്റിന്റെ വികസിത് ഭാരത് 2047 എന്നുള്ള ഹ്യൂജ് മിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിനെ സ്ലൈറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ചുറ്റുള്ള കാര്യങ്ങൾ അറിയണമല്ലോ, അതിനു വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്കണോമിക് ഇഷ്യൂവിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ, വൺ ഓഫ് ദി സൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഏത് ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്? ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ. അതാണല്ലോ ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻ. എംപ്ലോയ്മെന്റ് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് ഉള്ളതും അൺഓർഗനൈസ്ഡ്. ഇപ്പോൾ ഓർഗനൈസ് പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റുള്ള ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഫേമിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർക്കുള്ള ഈ ഒരു റെസ്പെക്റ്റഡ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കും? ഒരു വർക്കിംഗ് അവേഴ്സ് ഉണ്ടായിരിക്കും. 9:30 to 5:30 വർക്കിംഗ് അവേഴ്സ് ഉണ്ടായിരിക്കും. റെഗുലർ ആയിട്ട് മന്ത്ലി സാലറി ഉണ്ടായിരിക്കും, PF ഉണ്ടായിരിക്കും, മെഡിക്കൽ അലവൻസ് ഉണ്ടായിരിക്കും, ഓൾ കൈൻഡ്സ് ഓഫ് കാര്യങ്ങളുണ്ടായിരിക്കും. പെയ്ഡ് ഹോളിഡേയ്സ് ഉണ്ടായിരിക്കും. ഇനിയിപ്പം ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അപ്പോയിൻമെൻറ്റ് സമയത്ത് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററും ജോബ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കൺസിഡർ ചെയ്യാം. ആൾക്ക് രാവിലെ 7:30 to നൈറ്റിൽ 8 വരെയാണ് ജോബ്. അപ്പോൾ ഇവരെ വെച്ച് നോക്കുമ്പോൾ ജോബ് വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്. അത് മാത്രമല്ല എന്താണ്? ഡെയിലി വേജസ് ആണ്. ഡെയിലി വേജിലാണ്. വേറെ പെയ്ഡ് ഹോളിഡേ കാര്യങ്ങളോ ഒന്നുമില്ല. വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം, വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം പേയ്മെന്റ് എന്നുള്ള രീതിയിൽ ആണ്. അപ്പോൾ ഇതാണ് രണ്ട്, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ, ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള വർക്ക് എന്തായിരിക്കും? ആ ഒരു ഫേം എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ബൈ ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജോബ് സെക്യൂരിറ്റി, പെയ്ഡ് ഹോളിഡേ, ഗുഡ് വർക്കിംഗ് കണ്ടീഷനും ആയിരിക്കും. പിന്നെ പെൻഷൻ ആൻഡ് റിട്ടയർമെന്റ് സമയത്ത് പെൻഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതേസമയം അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലോ, അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ജോബ് സൂപ്പർ മാർക്കറ്റിലെ ജോബ് എന്ന് മാത്രമല്ല, നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള വർക്ക്, ആ രീതിയിലുള്ള നമ്മുടെ ദിവസവേതനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് നോട്ട് രജിസ്റ്റേർഡ് ബൈ ദ ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഒന്നും ഉണ്ടാവില്ല, ജോബ് സെക്യൂരിറ്റി ഇല്ല. ഒരു ദിവസം ഇന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട, അത്രേ ഉള്ളൂ. കൂടുതൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. പെയ്ഡ് ഹോളിഡേ ഇല്ല, ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിലുള്ള ആൾക്കാർക്ക് പിന്നെ ഇപ്പോൾ രാവിലെ 7 മണി മുതൽ 3 മണി വരെ വർക്ക് ചെയ്താൽ മതി, അങ്ങനെയൊന്നും ഇല്ല. എപ്പോഴാണോ കഴിയുന്നത് അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണോ ജോലി തീർത്തു കൊടുക്കേണ്ടത് ആ സമയത്ത്. അത് ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് അല്ല. പിന്നെന്താണ്? പുവർ വർക്കിംഗ് കണ്ടീഷനാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാമല്ലേ. അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ, 2 കാറ്റഗറൈസ് എന്ന ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും. പ്രൈവറ്റ് സെക്ടർ, അതായത് ഇതിൻ്റെ ഓണർ ആരായിരിക്കും? ആ കമ്പനീൻ്റെ അല്ലെങ്കിൽ ആ ഫേമിൻ്റെ ഓണർ ഒന്നുകിൽ ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ടാറ്റ, റിലയൻസ്. അപ്പോൾ ഇവരുടെയൊക്കെ മോട്ടീവ് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഓഫ് കോഴ്സ് പ്രൈവറ്റ് സെക്ടറിൻ്റെ മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് ആണ്. പിന്നെയോ ഇവർ കൊടുക്കുന്ന പ്രോഡക്ട്സിന് അല്ലെങ്കിൽ സർവീസസിന് നമ്മുടെ യൂസേഴ്സ് എന്ത് ചെയ്യണം? പേ ചെയ്യണം. പെയ്ഡ് സർവീസസ് ആണ്. ഇനി പബ്ലിക് സെക്ടറിലാണെങ്കിൽ പബ്ലിക് സെക്ടർ ആരാ ഓൺ ചെയ്യുന്നത്? ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആയിരിക്കും.
ഇപ്പം റെയിൽവേ ആണെങ്കിലും പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, ഗവൺമെൻറ് സ്കൂൾസ്, അതൊക്കെ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന സെക്ടറാണ്, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. ഈ സർവീസസ് എന്താണ്, പ്രോഫിറ്റ് ബേസ്ഡ് മാത്രമല്ല, എന്താണ് പ്രോഫിറ്റിനേക്കാളും കുറച്ചും കൂടെ പബ്ലിക് വെൽഫെയർ ആണ് ഇവിടുത്തെ മോട്ടീവ്. അപ്പോൾ റോഡ്, ബ്രിഡ്ജസ്, റെയിൽവേ, ഡാം, പിന്നെ ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഈ വക കാര്യങ്ങളൊക്കെ പബ്ലിക് സെക്ടറിലാണ് വരുന്നത്. അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് എംപ്ലോയ്മെന്റ് ആക്ടിവിറ്റിക്ക് വരുന്നത്. നമ്മൾ 3 ടൈപ്പും പഠിച്ചു. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ആദ്യം എന്ത് നോക്കി, സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമീനെ ആദ്യമായിട്ട് നമ്മൾ നേച്ചർ ഓഫ് ആക്ടിവിറ്റി ബേസ് ചെയ്തിൽ ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണത്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ സെക്ടർ, സെക്കൻഡറി സെക്ടർ പറയുമ്പോൾ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ, ടെർഷ്യറി പറയുമ്പോൾ സർവീസ് സെക്ടർ. ഇത് 3ഉം ഓർത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, GDP നോക്കി, എക്കണോമിക് ഇഷ്യൂസിൽ എന്ത് നോക്കി, അണ്ടർ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ഗസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോക്കി. പിന്നെ ആ ഇഷ്യൂവിന് ഒരു സൊല്യൂഷൻ ഉള്ള പോലെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനിൽ എന്ത് നോക്കി, ഗവൺമെൻറ് ഇനീഷ്യേറ്റീവായിട്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് നോക്കി. നെക്സ്റ്റ് എന്ത് കണ്ടു, നെക്സ്റ്റ് അടുത്ത ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് എക്കണോമിക് കണ്ടീഷൻ, ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ള ബെനിഫിറ്റ്സും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളും പഠിച്ചു. അത് കഴിഞ്ഞേരെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് നോക്കി. അതിൽ ഓണർഷിപ്പിൽ പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓണേർഡ് ആണ്, ഒബ്ജക്റ്റീവ് സോഷ്യൽ വെൽഫെയർ ആണ്, പ്രോഫിറ്റ് മാത്രമല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയിൽവേ, പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളും. പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പ് ഓൺ ചെയ്തിട്ടുള്ളതാണ് പ്രൈവറ്റ് സെക്ടർ, ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയിട്ടുള്ളത്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിലും ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു അപ്ലൈഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. കൃത്യമായിട്ട് നോക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലുള്ള PYQ നോക്കാം. PYQസും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വന്നേക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.